ഒരു പ്രാർത്ഥന കേട്ടില്ലെന്ന് വിചാരിച്ചോ? ഒരു പ്രാർത്ഥന കേട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷി ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്റേ എടുത്തപ്പോൾ അതിൻ്റെ അത് കാൽഷിഫിക്കേഷൻ, അത് ഇവർ തന്നെയാണ്, ലിയയുടെ സാക്ഷ്യം തന്നെയാണ്. ലിയയുടെ എക്സ്റേയിൽ അവർക്ക് വിസ ബ്ലോക്ക് ചെയ്യണ രീതിയിൽ അവരുടെ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോൾ അവരുടെ നെഞ്ചിൽ എന്താണ് കാൽഷിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ കാൽഷ്യത്തിൻ്റെ തോത് കൂടുതലാണ്. അപ്പോൾ സൗദിയിലൊക്കെ ഒന്നും അവരെടുക്കത്തില്ല. അപ്പോൾ കാൽഷിഫിക്കേഷൻ കൂടിയ കാരണം വിസ റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടെസ്റ്റിൽ അവർക്ക് അപ്രൂവ് ആകത്തില്ല. പക്ഷേ ഈ വിഷയം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് നെഗറ്റീവായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഇവൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്തിനാണ്? ലിയ എന്ന് പറയുന്ന ലേഡി മുൻതൂക്കം കൊടുക്കുന്നത് എന്തിനാണ്? ഞാനും കർത്താവുമായിട്ട് ഒരു റിലേഷനിലാണ്. ഇതാണ് വിഷയം. അതായത് ഞാൻ കർത്താവേ ഇതുകൊണ്ടൊന്നും ഞാൻ കരയത്തില്ല. അതായത് ഞാൻ ഇൻ കേസ് കരയുമെങ്കിൽ അത് മനുഷ്യന്മാരുടെ മുമ്പ് ഞാൻ കരയത്തില്ല. എന്താ കാര്യം? ഞാൻ നിൻ്റെ മുമ്പ് മാത്രമേ കരയത്തുള്ളൂ. റിലേഷൻസിലുള്ള ആൾക്കാർ അങ്ങനെയാണ് ചെയ്യണത്. അതായത് നമ്മൾക്ക് ഈ മനുഷ്യന്മാരുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവുമല്ലോ, അത് തന്നെ വലിയ കാര്യങ്ങൾ തന്നെയാണത്. പക്ഷേ ദൈവമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു വിഷയം, ഈ മനുഷ്യന്മാരുടെ റിലേഷൻസിൻ്റെ കാലാവസ്ഥകൾ ഇങ്ങനെ മാറിയും മറിഞ്ഞുമിരിക്കും. ഇന്ന് നിങ്ങൾ നല്ലപ്പോൾ ഇരിക്കുമ്പോൾ ആൾക്കാരുമായിട്ടുണ്ടാകുന്ന ഇന്നത്തെ വൈബ് അടുത്ത കൊല്ലം ഉണ്ടാകത്തില്ല. ഒരു കുഴപ്പമില്ല, ഉണ്ടാകത്തില്ല. അത് കുഴപ്പമില്ല, സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ മണ്ടത്തരം കാണിക്കണം, നിങ്ങൾ ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. ഞങ്ങളപ്പോഴും ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല ഒരിക്കലും. കാര്യം എന്താണ്? വി നോ ഇറ്റ്. ഇതിൽ ഫ്ലക്ച്വേഷൻ ഉള്ളതാണെന്നുള്ള അറിയാം. ഇത് അടുത്ത മാസം ഈ വൈബ് ഉണ്ടാകത്തില്ലെന്നറിയാം. അതുകൊണ്ട് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ പൊട്ട മനുഷ്യരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ ലൈഫ് കൊടുക്കും, പൈസ കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇല്ലാത്തതൊക്കെ അവരോട് കമ്മിറ്റ് ചെയ്യും. ഒരാവശ്യമില്ല. ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവവുമായിട്ട് റിലേഷനുള്ള ആൾക്കാർ എപ്പോഴും ഉണ്ടാകുന്നൊരു ഗുണം എന്തറിയാവോ? ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവവുമായിട്ട് റിലേഷൻ ഉള്ളവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് എൻ്റെ അടുത്തുള്ളത് ഒരു ഉദ്ദേശം. അപ്പം നമ്മൾ ദൈവവുമായിട്ടൊരു വിധം റിലേഷനെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ നിരക്കാത്ത മറ്റ് റിലേഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് കളയണം നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല, ഞാൻ മനുഷ്യന്മാർക്ക് ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കണില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. മനുഷ്യന്മാരുടെ ബന്ധത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കണില്ലെന്ന് ധരിക്കരുത്. അങ്ങനെ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയെങ്കിൽ ഞാൻ 24 മണിക്കൂർ നിങ്ങളുടെ കൂടെ നിൽക്കുക. അപ്പോൾ മനുഷ്യന്മാർ അവിടെ കണ്ണീര്, അവിടെ പ്രയാസത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രോബ്ലം എപ്പോഴും വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻ എന്നിപ്പോൾ ലിയ പറയുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവവുമായിട്ട് റിലേഷൻ ആയിക്കഴിഞ്ഞാൽ മറ്റ് റിലേഷൻസിനൊക്കെ താരതമ്യേന വെയിറ്റേജ് കുറവായിരിക്കും. നമുക്ക് വരുന്നൊരു അബദ്ധം, ദൈവവുമായിട്ട് റിലേഷൻ ഉണ്ടാകും, അതിനേക്കാൾ വലിയ റിലേഷനായിരിക്കും മനുഷ്യനുമായിട്ടുണ്ടാകുന്നത്. ഇത് ബാലൻസ് ചെയ്യത്തില്ല. അത് ദൈവം ഉദ്ദേശിക്കണില്ല. അതുകൊണ്ടാണ് പറയണത്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം, വേറെ ദൈവം. ശ്രുതിയുടെ ഹല്ലേലൂയ 23 വെളിപ്പാട് 23 ശ്രുതിയുടെ ഹല്ലേലൂയ.
പുറപ്പാട് 20:3. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ പറഞ്ഞേ, വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. ഉടമ്പടിയിൽ അപ്പൊ നിങ്ങൾ ഓർക്കും വേറെ ദൈവസങ്കല്പങ്ങളൊക്കെ മനുഷ്യന്മാർക്കുണ്ടല്ലോ, അതിനെക്കുറിച്ചല്ല ജോസഫച്ചൻ സംസാരിക്കുന്നത്. വേറെ ദൈവം എന്ന് പറയുന്ന സംഭവം ഇത് അതർ ഗോഡ് ഒരു ഭയങ്കര സീരിയസ് വിഷയമാണ്. ദൈവത്തിൻ്റെ സ്ഥാനം ആർക്ക് കൊടുക്കുന്നുവോ അത് അതർ ഗോഡായി മാറും ഉടനെ. അങ്ങനെ ഉണ്ടോ നോക്കണം നിങ്ങൾ. ഇപ്പം നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകണില്ല എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞില്ലേ, ചൊവ്വാഴ്ച ധ്യാനത്തിൽ ഞായറാഴ്ച പള്ളിയിൽ പോയില്ല, എന്താ കാര്യം? കാർ വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഇറ്റ്സ് ഓവർ. അതർ ഗോഡായപ്പോൾ തന്നെ നിങ്ങൾ ഞായറാഴ്ച പള്ളി കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയാം, അയ്യോ ഇത് കാറ് വണ്ടി വർക്ക്ഷോപ്പിലായി പോയി. അപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധ്യാത്മ ജീവിതം വർക്ക്ഷോപ്പിലാകുക. അവിടെയാണ് പ്രോബ്ലം. ഇത് ചിന്തിക്കണം മക്കളെ. ഇതാണ് വേറെ ദൈവം എന്ന് പറഞ്ഞു, ഞാനല്ലാതെ വേറെ. അപ്പം ആ കാറ് ഒരു ദൈവമായിട്ട് പ്രവർത്തിച്ചവിടെ. എന്താ കാര്യം? ദൈവത്തേക്കാൾ പ്രാധാന്യം വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ഈ പ്രയോറിറ്റി ഓഫ് വാല്യൂ ശരിക്കും നോക്കണം. എന്താ കാര്യം? റിലേഷൻ എന്ന് പറയുന്ന ലിയ പറഞ്ഞ സബ്ജക്റ്റ് ഇല്ലേ, എന്താ പറഞ്ഞത്? റിലേഷൻ എന്ന് പറയുമ്പോൾ ആ റിലേഷൻ ശരിക്കും സിഗ്നിച്ചർ ആകണത് ഒരു എന്തിനാണ്? അതിനൊരു ഒപ്പ് കിട്ടുന്ന എപ്പോഴാണ്? മറ്റ് റിലേഷൻസ് ഫെയിലാകുമ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും റിലേഷനിൽ വരാൻ പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രോഗമോ ആപത്തോ പട്ടിണിയോ വാളോ കണ്ട എന്താ പറയണത്? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്? 8:35 ശ്രുതികട ഹല്ലേലൂയ റോമലേഖനം. ഓ ദിവ്യകാരുണ്യമേ ശ്രുതികട ഹല്ലേലൂയ. സ്വരത്തില് സന്തോഷത്തോടെ ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സുവർണ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്റർ അപർണ. ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് 2023 നവംബർ 29 ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം, അതിന് ഒരു മാർഗമാണ് ഈശോ എന്ന് വിചാരിച്ച് വന്നവരല്ല. ഞങ്ങൾ ഹിന്ദുക്കളായെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈശോനെ മാതാവിനെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞാൻ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു ക്രിസ്ത്യൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് അവൾ റൂമിലിങ്ങനെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവൾ എനിക്കും ഇതുപോലെ ബൈബിളിനെ കുറിച്ച് പറഞ്ഞു തരികയും ഈശോയുടെ ഫോട്ടോ എനിക്ക് തരികയൊക്കെ ചെയ്യും. അപ്പോൾ അവളെനിക്ക് 2 കുഞ്ഞ് ബൈബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് ബൈബിൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ അവളെനിക്ക് ഈശോയുടെ ഫോട്ടോ തന്നു, അതും ഞാനിപ്പോൾ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. ഫസ്റ്റ് വെച്ച് എൻ്റെ നിയോഗം, ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു, ലോണ്, പലിശ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ കരകയറ്റണേ മാതാവേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ഓഫീസിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ അവർ പറയുന്നത് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എത്ര എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്? കാരണം ഞങ്ങളുടെ കടബാധ്യതകൾ ഉള്ളത് കൊണ്ട് കുറച്ചൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്കുള്ള കടമെങ്കിലും തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മാക്സിമം ഒരു 70,000 രൂപ ഇത്രയേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാരമില്ല, അത്രയെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ഒരു 4ാമത്തെ ദിവസമായി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ്റെ അക്കൗണ്ടിൽ കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയുണ്ട്?
അപ്പോൾ പറഞ്ഞു 1.5 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. അവർ പറഞ്ഞത് മാക്സിമം ഒരു 70,000 രൂപയെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും നന്ദി. ഞങ്ങളുടെ ആ എമൗണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവരുടെയും കടം തീർക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊരു ആശ്വാസമായിട്ട് മാറി. അതുപോലെ തന്നെ ആ എമൗണ്ടിൽ നിന്നൊരു കുറച്ച് എമൗണ്ട് ഞങ്ങളുടെ വീടിനടുത്തൊരു വൃദ്ധസദനമുണ്ട്, അവിടെ അവരുടെ ഒരു ചിലവിനായിട്ട് ഞാൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഞങ്ങളുടെ കടങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ വെച്ച നിയോഗം എനിക്കൊരു ജോലിയായിരുന്നു. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ 2021 ഒരു സ്റ്റാഫ് നഴ്സ് DHS PSC എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നു. മെയിൻ ലിസ്റ്റിലുണ്ട്, പക്ഷേ അത് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ദിവസവും ഞാനിങ്ങനെ നോക്കും, നോട്ടിഫിക്കേഷൻ വന്നോ. ഒരു ദിവസം തന്നെ ഒരു 40-40 പ്രാവശ്യം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ മെയിൻ ലിസ്റ്റിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ച് എന്നും പ്രാർത്ഥിക്കും. പിന്നെ ആ സമയത്ത് ജോലിയും കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ നിറയെ സമയം കിട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഉടമ്പടി വസ്തുവായ തൈലവും അതുപോലെ തന്നെ ഉപ്പും ഞാൻ ആ പേപ്പറിൽ ഇട്ട് പ്രാർത്ഥിച്ചു. 2024 നവംബറിൽ ലിസ്റ്റ് ക്യാൻസലാവും. അപ്പം 2024 ഒരു സെപ്റ്റംബർ ആയിട്ടും എന്നെ വിളിക്കുന്നില്ല. അപ്പം ഞാൻ ആ ജോലി ഇല്ല, പോയി. അപ്പം ഞാനൊരു ദിവസം ഞാനിങ്ങനെ സ്വപ്നം കാണുവാണ്, ആകാശത്തൊരു മഴവില്ല് ഇങ്ങനെ തെളിഞ്ഞു വരുവാണ്. അപ്പോൾ ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ അനുജത്തിയെ വിളിച്ചിട്ട് പറയുവാണ്, ആ മഴവില്ല് നിൽക്കുവാണ് എന്ന് അവളെ വിളിക്കുമ്പോഴത്തേനും പക്ഷെ അവൾക്ക് കാണാനുള്ളൊരു സമയം കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഫോൺ വന്നിട്ട് ഞാൻ ഉണർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൾക്ക് കാണാനുള്ളൊരു സമയം കൊടുത്തില്ല, എനിക്ക് മാത്രമാണ് അത് കാണാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് ജോലി കിട്ടുമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അനുജത്തിക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. അവൾ പറഞ്ഞത് ഒരു വലിയൊരു മരം, അതിനകത്ത് നിറയെ മുല്ലപ്പൂവ്, പിന്നെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുവാണ്. ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജോലിയുടെ പേപ്പർ വരുന്നു എന്നാണ് അവൾ സ്വപ്നം കണ്ടത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ 7-ാം മാസത്തെ ചടങ്ങിന് എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ പിറ്റേന്ന് അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുവാണ്. വീട്ടിൽ ഒരുപാട് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അന്ന് എനിക്ക് എൻ്റെ അഡ്വൈസ് മെമ്മോ, അതായത് സെപ്റ്റംബർ 10-ാം തീയതി എനിക്ക് എൻ്റെ അഡ്വൈസ് മെമ്മോ വന്നു. അപ്പോൾ അവളെ സ്വപ്നം കണ്ടതുപോലെ തന്നെ ആ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് തന്നെ എനിക്ക് അഡ്വൈസ് മെമ്മോ വന്നു. ഒക്ടോബർ 10-ാം തീയതി എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. കൊല്ലം PSC ആണ് ഞാൻ എഴുതിയത്. കൊല്ലത്ത് കടയ്ക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് ഞാനിപ്പോൾ സ്ഥിര നിയമനമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈശോയോടും മാതാവിനടുത്തും. കാരണം എനിക്ക് ആ ജോലി കിട്ടാനായിട്ട് ഒരു യോഗ്യതയില്ല. കാരണം ആ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ വ്യക്തി ഞാൻ തന്നെ ആയിരിക്കണം എന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അപ്പോൾ ആ ജോലി കിട്ടിയിട്ട് പോലും എനിക്ക് എൻ്റെ കടബാധ്യതകളും കാര്യങ്ങളും തീർക്കാനായിട്ട് ദൈവം ഒരു മാർഗവും കൂടെ കാണിച്ചു തന്നു. എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് ജീവിക്കാനുള്ളത് ദൈവം തന്നു, ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ജന്മനാ ഉണ്ടായിരുന്നൊരു അലർജി, ഫുഡ് അലർജി. എനിക്ക് പാല്, ചിക്കൻ, ബീഫ് ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കഴിക്കുവാണെങ്കിൽ ദേഹം ഫുൾ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പൊന്തി വരും. പിന്നെ വൊമിറ്റിങ്, സ്റ്റൊമക്ക് ഏക്ക് എല്ലാം ഉണ്ടാവും. ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തല്ലാതെ മാറത്തില്ല. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എല്ലാവരും പറയും പാലും ചിക്കനൊന്നും കഴിക്കുന്നില്ല, അപ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെ ആയിരിക്കും, ഹെൽത്തി ആയിട്ട് ഇരിക്കണ്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഒരു 6-ാമത്തെ മാസമായപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പാല് കുടിച്ച് നോക്കാം എന്നിങ്ങനെ വിചാരിക്കുന്നു. പാലെന്നല്ല, പാലിൻ്റെ എന്ത് ഉൽപ്പന്നമായാലും, ഐസ്ക്രീം ആയിക്കോട്ടെ, ചോക്ലേറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇച്ചിരി ഒന്ന് ചെന്നാൽ എനിക്ക് അപ്പോഴും ചൊറിയും, കഴുത്ത് മുതൽ ചൊറിയും, ദേഹം ഫുള്ള് ചൊറിച്ചിലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു പാല് കുടിച്ച് നോക്കാം. അങ്ങനെ ഒരു ദിവസം ഞാൻ കുറച്ച് പാലൊരു ഗ്ലാസ്സിലെടുത്തു. അതിനകത്ത് കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട് കലക്കിയിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനാ സ്പേസിൽ വെച്ചിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ആ പാലിനകത്ത് ഇട്ടിട്ട് ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അത് ഞാൻ കുടിച്ചു. എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പാല് ജന്മന അലർജിയാണ്. ഞാൻ അമ്മയുടെ പാല് കുടിച്ചതല്ലാതെ അല്ലാത്ത പാല്, പശുവും പാലും അതൊന്നും കുടിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. അപ്പം ഈ ചെറുപ്പം മുതലേ എനിക്കിത് അലർജിയാണ്. അങ്ങനെ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് കുടിച്ചപ്പോൾ പ്രശ്നമില്ല. എനിക്ക് ആ നിമിഷം, ആ കുടിച്ച ആ സമയത്ത് ഈ നിമിഷം എനിക്ക് ഒരു ചൊറിച്ചിലുമില്ല. എന്താണെന്ന് എനിക്ക് അപ്പോഴേക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. അത്രയും വർഷം, ഇപ്പം എനിക്ക് 31 വയസ്സായി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 വർഷത്തോളം എനിക്കത് അലർജി ആയിരിക്കണം. അലർജി കൊണ്ട് ഞാനത് കഴിക്കത്തില്ലായിരുന്നു. ഈ നിമിഷം ഞാൻ ആ പാലിൽ ഇച്ചിരി ഉപ്പിട്ട് കഴിച്ചതിന് ശേഷം എനിക്ക് ഈ നിമിഷം വരെ, ഇന്നലെ വരെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ
ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്ന് ഇവിടെ ഞങ്ങൾ ഹോം സ്റ്റേ ആയിരുന്നു. അപ്പം ഇന്നലെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ പാല് കുടിച്ചിട്ടാണ് വന്നത്. എനിക്ക് അലർജി ഇല്ല. ഇത്രയും വർഷം നിന്ന് അലർജി മാറ്റിത്തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. അടുത്തൊരു രോഗസൗഖ്യം വെച്ചാൽ ഞാൻ പീരീഡ്സ് ആവുമ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദനയാണ്. ഞാൻ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് തൊട്ട് ഇത്രയും നിമിഷം വരെ, അതായത് എനിക്ക് പഠിക്കുന്ന സമയത്ത് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് എനിക്ക് ഒട്ടും പറ്റത്തില്ല. പീരീഡ്സ് തുടങ്ങി കഴിയുന്നത് വരെയും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഫുൾ ടൈം കിടപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറ്റിലൊക്കെ ഞാൻ കൊന്ത വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് വരച്ച് പ്രാർത്ഥിച്ച് എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഇപ്പം വേദന ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എനിക്ക് ജോലി ചെയ്യാം, നടക്കാം, ഇരിക്കാം, എല്ലാം ചെയ്യാം. വേദന ഉണ്ടെങ്കിൽ പോലും അത്ര ഭീകരമായിട്ടുള്ള വേദന എനിക്കില്ല. അതിൽ നിന്ന് എനിക്കൊരു സൗഖ്യം കിട്ടി. അതുപോലെ തന്നെ അടുത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, ഡിസംബർ 11-ാം തീയതി ആയിരുന്നു, 2024 ഡിസംബർ 11-ാം തീയതി ആയിരുന്നു എനിക്ക് എൻ്റെ ഡെലിവറി ഡേറ്റ് തന്നത് ഡോക്ടർ. പക്ഷേ അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ദൈവമേ 2020 ഡിസംബർ 7-ാം തീയതിയാണ് മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ഡേറ്റ്. അപ്പോൾ ഒന്നുകിൽ ഡിസംബർ 7 എൻ്റെ ഡെലിവറി ഡേറ്റ് തരുമോ, അതല്ലെങ്കിൽ ഡിസംബർ 11 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ദൈവം ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് തന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. ഭാഗ്യം കൊണ്ട് തന്നെ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു എൻ്റെ ഡെലിവറി ഡേറ്റ്. ഡിസംബർ 7-ാം തീയതി എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഒരു ആൺകുഞ്ഞിനെ കിട്ടി, ആരോഗ്യമായിട്ട് ഇരിക്കുന്നു. പിന്നെ 2024 ഒക്ടോബറിൽ എനിക്ക് ജപമാല റാലി പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ആ ഡെലിവറി ആ സമയമായതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത് 2025 ഒക്ടോബർ 25 എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ 2025 തന്നെ ഒക്ടോബറിൽ 24-ാം തീയതി ഞങ്ങളിവിടെ വന്നു, ഉടമ്പടിയൊക്കെ പുതുക്കി 25-ാം തീയതി ഞങ്ങൾ ജപമാല റാലിയിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഞാൻ പങ്കെടുത്തു. എൻ്റെ കുഞ്ഞിന് അപ്പോൾ 10 മാസമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുമായിരുന്നു, കുഞ്ഞു മക്കളെയൊന്നും കൊണ്ട് വരരുത്, പറ്റത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അവനെയും കൊണ്ട് തന്നെ വരണമെന്ന്. ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നു. ജപമാല റാലി തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങൾ അവനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജപമാല റാലി കംപ്ലീറ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ക്ഷീണമൊന്നും തോന്നിയില്ല. അപ്പം ഇത്രയും വർഷമായിട്ട് ഒരുപാട് പേര് ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും കിലോമീറ്റർ അവർ എങ്ങനെ നടന്നത് ഒപ്പിച്ച് തീർത്തു എന്ന് ഞാൻ വിചാരിക്കും, ക്ഷീണിച്ച് കാണുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും കിലോമീറ്റർ അവനെയും കൊണ്ട് നടന്നിട്ട് പോലും ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അത്രയും ദൂരം ഞങ്ങൾ നടന്ന് കംപ്ലീറ്റ് ചെയ്തു. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം സത്യം പറഞ്ഞാൽ പത്രങ്ങൾ കൊടുക്കാൻ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. പിന്നീട് അച്ഛൻ ഇതുപോലെ ധ്യാനത്തിൽ പറയും, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിനടുത്ത് നിന്ന് ഒരുപാട് കിലോമീറ്റർ അങ്ങ് കൊണ്ട് ആരും കാണരുത്, നമ്മൾ അറിയപ്പെടുന്ന ആരും നമ്മൾ പത്രം കൊടുക്കുന്നത് കാണരുത് എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് കിലോമീറ്റർ അകലെ കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ നമ്മൾ അങ്ങനെ അപ്പം അങ്ങനെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മുടെ വീടിനടുത്തുള്ളവർക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ വീടിനടുത്തുള്ള എല്ലാവർക്കും ഞങ്ങൾ പത്രം കൊടുത്തു. ആ കൊടുത്തവർ തന്നെ അവർക്ക് കൃപാസനത്തെ പറ്റി അറിയാൻ പറ്റി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത കുറേ പേര് ഞങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കാരുണ്യ പ്രവൃത്തി ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം. ഇപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലിയുണ്ട്, ഞാൻ കുറേശ്ശെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസത്തിലും ആഴ്ചകളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളതുപോലെ ഞങ്ങളുടെ വൃദ്ധസദനത്തിലും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനത്തിലൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കുകയും ഞങ്ങളുടെ കയ്യിലുള്ളതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. ഇത്രയും അനുഗ്രഹം തന്ന് ഞങ്ങളെ ഇത്രയും ഉയർത്തിയ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദിയും ചക്കര ഉമ്മയും. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഒരു വേദിയിൽ നിൽക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. എൻ്റെ പേര് സ്നേഹ ജാക്സൺ. ഞാൻ ചെങ്ങന്നൂരിനടുത്തുള്ള ബുധനൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഇത് എൻ്റെ മമ്മി സജിനി ജാക്സൺ. ഇതെൻ്റെ ഹസ്ബൻഡ് അനീസ് സാം. ഞങ്ങളുടെ കല്യാണം ഈ കഴിഞ്ഞ ഞായറാഴ്ച ജനുവരി 4 ഞായറാഴ്ചയാണ് നടത്തപ്പെട്ടത്. ഞാൻ ആഗ്രഹിച്ചതിലും ഉപരിയായി ദൈവം തന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആഗ്രഹിച്ചതിലും നല്ലൊരു ജീവിത പങ്കാളിയെയും എന്നെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ദൈവമാതാവ് ഞങ്ങൾക്ക് ആദ്യമായി തന്നൊരു ഗിഫ്റ്റാണ് ഞങ്ങളുടെ ഒരു ഭവനം. ഞാൻ കല്യാണം കഴിഞ്ഞ് കയറുന്നത് അമ്മ തന്ന ആ ഒരു നല്ലൊരു വീട്ടിലേക്കാണ്. അതിന്
അതിനും എനിക്ക് തന്ന ജീവിത പങ്കാളിക്കും എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടി നന്ദി ഞാൻ ഇപ്പം സമർപ്പിക്കുന്നു. ഞാൻ ഉടമ്പടിയിലേക്ക് കടക്കുന്നത് എൻ്റെ മമ്മിയാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നത്. മമ്മിയുടെ വിശ്വാസം കണ്ടിട്ടാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത്. 2024 സെപ്റ്റംബർ മാസമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആ സമയത്ത് MSW അമൃതയിൽ പഠിക്കുമായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് മാസം പാസ് ഔട്ടായി. സെപ്റ്റംബർ മാസം 14-ാം തീയതി 2024 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. സെപ്റ്റംബർ മാസം 14-ാം തീയതി അന്ന് ഉടമ്പടി എടുത്ത ശേഷം വീട്ടിൽ തിരിച്ചു വന്ന് സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ് എനിക്ക് എൻ്റെ ജോലി കിട്ടുന്നത്. അതായത് ഓഗസ്റ്റിൽ ഞാൻ പാസ് ഔട്ടായി. സെപ്റ്റംബർ 14-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 16-ാം തീയതി എനിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഛത്തീസ്ഗഡിലുള്ള കലിംഗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ വരുന്നു. 16-ാം തീയതി ഓഫർ വന്നു. അന്ന് വൈകിട്ട് വീട്ടിൽ നിന്ന് തിരിക്കുന്നു. 18-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നു. ഇത്രയും ചെറിയൊരു സമയത്തിനുള്ളിൽ എനിക്ക് നല്ലൊരു ജോലി, ഞാൻ ആഗ്രഹിച്ച് പഠിച്ച് ഇഷ്ടപ്പെട്ടെടുത്തൊരു കോഴ്സാണ് MSW, മെഡിക്കൽ ആൻഡ് സൈക്യാട്രി സ്പെഷ്യലൈസേഷൻ ചെയ്ത് ഞാൻ പാസ് ഔട്ടായി. അവിടുന്ന് അമ്മ എനിക്ക് നല്ലൊരു ജോലി, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് തന്നെ നല്ല റാങ്കുള്ളൊരു പൊസിഷനിൽ തന്നെ എനിക്ക് ജോലി തന്നു. എൻ്റെ വീടും നാടും ഒക്കെ വിട്ട് ഞാനൊരു നോർത്ത് ഇന്ത്യയിലേക്ക് മാറുമ്പോഴും എനിക്ക് സങ്കടമൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പഠിച്ചെടുത്തൊരു കോഴ്സായിരുന്നു. അവിടെ നിന്ന് എൻ്റെ ആ ഒരു ശമ്പളം, നമുക്കറിയാം ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി ശമ്പളമൊന്നും കിട്ടത്തില്ല. കാരണം ആ ഒരു ചെറിയൊരു വരുമാനം കൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും, കാരണം ആ ഒരു സമയത്തേക്ക് എൻ്റെ പപ്പ നാട്ടിൽ വന്നതാണ്. അപ്പം കുടുംബത്തിൻ്റെ ചെറിയ കടഭാരങ്ങളുണ്ടായിരുന്നു. ഞങ്ങളൊരു വീട് വെച്ചായിരുന്നു, അതിൻ്റെ കുറച്ച് കടഭാരങ്ങളുള്ളത് കൊണ്ട് എൻ്റെ ആ ഒരു ചെറിയൊരു വരുമാനം കൊണ്ട് എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ജോലി ഞാൻ റിസൈൻ ചെയ്തു. പുറത്തോട്ട് പോകണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ 2 മാസം ഞാൻ നാട്ടിൽ നിൽക്കേണ്ടി വന്നു. ഞാൻ ഏപ്രിൽ ആയപ്പോഴത്തേക്ക് റിസൈൻ ചെയ്ത് വന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. ഒന്നുകൂടെ എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കി. ജൂൺ മാസം 14-ാം തീയതി ഞാൻ ദുബായിൽ എൻ്റെ സ്വന്തം റിസ്കിൽ വിസിറ്റ് വിസ എടുത്ത് ഞാൻ പോയി. ആ സമയത്ത് എൻ്റെ കുടുംബക്കാരും എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പറഞ്ഞു, നിനക്ക് ജോലി കിട്ടത്തില്ല. കാരണം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പം MSW കഴിഞ്ഞ് ഒരു കൗൺസിലർ പോസ്റ്റ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റിൽ നിന്നും ദുബായ് പോലെയുള്ള ഒരു അറബ് കൺട്രിയിലേക്ക് പോകുമ്പം എന്ത് ജോലി കിട്ടുമെന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടായിരുന്നു. പലരും വിമർശിച്ചു. പക്ഷേ അവിടെ ചെന്ന് ജൂൺ മാസം 14-ാം തീയതി ഞാൻ ആരുമില്ല അവിടെ ഹെൽപ്പ് ചെയ്യാൻ, ഒറ്റ മനുഷ്യരും ഇല്ല അവിടെ ഹെൽപ്പ് ചെയ്യാൻ. ജൂൺ 14-ാം തീയതി ശനിയാഴ്ച ഞാൻ അവിടെ ചെന്നു. 15-ാം തീയതി എൻ്റെ മമ്മി ഒരു മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നു. മമ്മിയുടെ ആ ഷോപ്പിലെ അങ്കിളിൻ്റെ ബ്രദർ ദുബായിലുണ്ട്. ഞാൻ ആ അങ്കിളിനെ കുടുംബത്തിനെയോ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അന്ന് 14-ാം തീയതി 15-ാം തീയതി ഞായറാഴ്ച അവർ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. കുടുംബക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു കുടുംബം വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. അവരെ ഇന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നു. അവരെ ദൈവം അളവറ്റ കൃപയാൽ അവരെ ഇനി നിറയ്ക്കുമെന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജൂൺ മാസം 15-ാം തീയതി അവരെന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. 1 മാസക്കാലം ഒറ്റ മണിക്കൂർ, നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, ജൂൺ ജൂലൈ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രാജ്യത്ത് ഭയങ്കര ചൂടുള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നു. ഈ ഒരു ക്ലൈമറ്റിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിക്കാവും. ആ ഒരു സമയത്ത് പോലും എൻ്റെ ദൈവം എന്നെ നടത്തിയ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ജൂൺ 14 ഞാൻ ചെന്നു. ജൂലൈ 17 എനിക്ക് പുതിയൊരു ജോലി കിട്ടുന്നു. ഒരു കമ്പനിയിൽ ദുബായിൽ അൽക്കുസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ HR അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാൻ ആഗ്രഹിച്ചതിലും ഇരട്ടി ശമ്പളമുള്ളൊരു ജോലിയിൽ എൻ്റെ മാതാവ് എന്നെ ഉയർത്തി. ഞാൻ അവിടെ നിന്ന് ഇപ്പം കല്യാണത്തിൻ്റെ ലീവ് എടുത്തു. അപ്പം നിങ്ങൾക്ക് കൂട്ടിയാൽ മതി. ജൂലൈ 17-ാം തീയതി കയറി ഡിസംബർ 22 ആയപ്പം ഞാൻ അവിടുന്ന് ലീവ് എടുത്ത് വന്നു. 5 മാസത്തെ ഗ്യാപ്പിൽ എനിക്ക് 1 മാസത്തെ ലീവോടുകൂടി എൻ്റെ അമ്മ എനിക്ക് എൻ്റെ വിവാഹത്തിന് വേണ്ടി ലീവ് തന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞു. തിരിച്ച് ഈ വരുന്ന ശനിയാഴ്ച ഞാൻ തിരിച്ചു പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡ് അനീഷ് ബഹ്റിനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് അമ്മ മാതാവ് ഞങ്ങളെ ഒരുമിച്ചൊരു സ്ഥലത്താക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവ് തന്ന എല്ലാ നന്മകൾക്കും ഞാൻ അമ്മയ്ക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തികൾ, ഞാനൊരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്. MGOCism വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ ഞാൻ സേവനം അനുഷ്ഠിച്ചു. ദുബായ് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഇപ്പം ഞാൻ കൂടി നടക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ആ പള്ളിയിലുള്ള എല്ലാ സംഘടനകളും ആത്മീയ പ്രസ്ഥാനങ്ങളിൽ ഞാൻ ശക്തമായി പ്രവർത്തിച്ചു വരുന്നു. അമ്മ തന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം പല സംഘടനകളിലും എന്നോട് ചോദിക്കുന്ന സഹായങ്ങൾ ഞാൻ കൊടുക്കുന്നു. അതുകൂടാതെ എൻ്റെ മമ്മി എനിക്ക് വേണ്ടി പലയിടത്തും മമ്മി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നാട്ടിലില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ പത്രങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ചെങ്ങന്നൂരുള്ള ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അങ്ങനെയുള്ള
അവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഇങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായിട്ടും വ്യക്തമായിട്ടും അമ്മയുടെ കൃപയാലും തിരുക്കുമാരൻ്റെ കരുണയാലും ഞാനെല്ലാം ചെയ്തു വരുന്നു. ഇതൊന്നും എൻ്റെ കഴിവുകളല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ പോലും കരയില്ലെന്ന് ഞാൻ മനസ്സിനെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഞാൻ 1000 നന്ദിയും സ്തോത്രവും സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന.